ഇന്നിതാ നമ്മുടെ കല്യാണിക്കുട്ടി ഇതാ മെസ്സിക്കുട്ടിൻ്റെ അടുത്ത് തന്നെ വീണ്ടും അടുത്ത് യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. മെസ്സിക്കുട്ടിൻ്റെ മുന്നിൽ ഒരു സാധനം കിട്ടണ്ട, അതായത് മച്ചിങ്ങ ഉണങ്ങിയിട്ടുള്ളതാണ്. അത് മെസ്സിക്കുട്ടിൻ്റെ തന്നെയാണ് സംഭവം. പക്ഷെ കല്യാണിക്കുട്ടിക്ക് അത് വേണം. അവളുടെ ഇൽപ്പ് നോക്കിയേ, ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്ര ജാഗ്രത എന്ന് പറയില്ലേ, അതേപോലെയാ. ഒരു ഇണക്കം നമ്മുടെ കല്യാണിക്കുട്ടി ആ നിൽക്കണോടത്ത് നനങ്ങില്ല, അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം എത്ര നേരം നല്ല നിൽപ്പ് തുടങ്ങിയിട്ട് അതാ കിട്ടാതെ അവൾ അവിടെ നിന്ന് പോവില്ല കേട്ടാ. മെസ്സിക്കൂട്ടൊക്കെ എടുക്കാന്ന് ആലോചിക്കണം. അവള് നോക്കിയാൽ നിൽക്കാണ്, ആ നിൽപ്പിന് വല്ല മാറ്റം വരുന്നുണ്ടോ നോക്കിയേ. എൻ്റെ കല്യാണി കുട്ടിയില്ലേ ഓരോ ദിവസം ചെല്ലുന്നൊരു സംഭവം തെളിയിക്കുക. മെസ്സിക്കൂട്ടനെ ടൈം ഉള്ളണേ തരില്ല എന്ന് പറയായിരിക്കൂട്ടവേ, എന്ന് തന്നെയല്ല സംഭവം. പക്ഷെ അവള് വിട്ടുകൊടുക്കില്ല. അവളാ നിൽപ്പിനാണ് നോക്കി നോക്കൂ. ആ 4 കാല് വെച്ച് കൊടുത്ത 2 കൈ 2 കാലും അതേപോലെ പതുക്കെ എടുക്കാനുള്ള പ്ലാനാട്ടാ. കണ്ടോ, ഇനി അത് അവളിലേക്ക് ആവണമൊക്കെ എടുക്കണോട് കൂടിയിട്ട് ദൈവമേ, ഇങ്ങനെ ഒരു വികൃതി പെണ്ണ് വേറെ എവിടെയും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മോളിങ്ങനെയാ. ചെക്കന്മാരവിടെ ഓടിയിട്ടേ മുരുള എന്ത് വേണമെങ്കിൽ കഴിയോട്ടെ, അതെനിക്ക് വേണം അമ്മേന്ന് പറഞ്ഞാൽ അത് വേണം. മറന്നോണം എണീറ്റ് പോയി. ഇത് എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. അതേ പാലുകുടി കഴിഞ്ഞ് ഒരു ചകിരിയും എല്ലാവരുടെ കുസ്തിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിലേക്ക് എടുപ്പാണ് അതേ കിടക്കുന്നത്. എല്ലാവരും ഉണ്ട്. ഇവർ 2 പേര് ഇതാ ഈ ഇരിപ്പൊടി ഇരിക്കുന്നത്. അവിടെ ഒരു കുറെ കേട്ടില്ലേ, എല്ലാവരും ഓടിപ്പോ നോക്കിയപ്പോൾ നമ്മുടെ കല്യാണിക്കുട്ടി കണ്ടു, അത് എടുത്തിട്ട് ഓടിയത് അവിടെ വായല് കേട്ടോ. ഇതാണ് നമ്മുടെ മോള് കണ്ടോ. എല്ലാവരും പരാക്രമം പിടിച്ച് ഓടിയപ്പോഴും അവളത് എടുത്തോടി. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കല്യാണി? കണ്ടോ, നമ്മുടെ കല്യാണിക്കുട്ടി അങ്ങനെ ഒരു സംഭവം കണ്ട. പാല് കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പരാക്രമത്തിൽ എടുത്തുകൊണ്ട് ഓടിയപ്പോൾ ഇതാ ഓക്കാനിച്ച് ആ പാലും പോയി കുറച്ച് പെട്ടെന്നല്ലേ. ആ പാല് കുടിച്ച് കിടക്കുന്ന സമയമായിരുന്നേ.